Good morning, students. In the last class, we had discussed about some factors that affects the crossing over. We will discuss the rest of the factors that affect the crossing over in this class. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു, ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ്. അപ്പോൾ അതിൻ്റെ ബാക്കി ചില ഫാക്ടേഴ്സും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. So the sixth factor that influence the crossing over is the chemicals. So the treatment of Drosophila females with certain antibiotics like mitomycin D and actinomycin D and certain alkylating agents such as ethyl methane sulfonate promotes crossing over. So some chemicals increase the rate of crossing over like antibiotics like mitomycin D, actinomycin D and alkylating agents like ethyl methane sulfonate etc. അപ്പോൾ ചില കെമിക്കൽസ് എന്ത് ചെയ്യും, ക്രോസിംഗ് ഓവറിൻ്റെ റേറ്റ് കൂട്ടും. അതായത് ക്രോസിംഗ് ഓവർ കൂട്ടുന്ന ചില കെമിക്കൽസ് ആണ് ഏതൊക്കെ? ആൻറ്റിബയോട്ടിക്സ്. ചില ആൻറ്റിബയോട്ടിക്സ് ലൈക്ക് ആക്ടിനോമൈസിൻ ഡി ആൻഡ് മിറ്റോമൈസിൻ ഡി എന്ത് ചെയ്യും, ക്രോസിംഗ് ഓവർ കൂട്ടും. പിന്നെ മീത്തൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന ആൽക്കലേറ്റിംഗ് ഏജൻസ് ഉണ്ട്. അതായത് മ്യൂട്ടാജൻസ് ആണ് ഇവർ ബേസിക്കലി. ഇപ്പോൾ ആൽക്കലേറ്റിംഗ് ഏജൻസ് ലൈക്ക് ഈത്തൈൽ മീത്തൈൻ സൾഫണേറ്റ് ഇൻക്രീസസ് ക്രോസിംഗ് ഓവർ. Next factor is the radiation. So an increase in the frequency of crossing over is observed when Drosophila females are irradiated with X-rays and gamma rays. ഇപ്പോൾ ഡ്രോസോഫില്ലേനെ എടുത്തിട്ട് അതിലേക്ക് ഡ്രോസോഫില്ലയിലേക്ക് നമുക്ക് എന്ത് അടിച്ചു കൊടുക്കുക, എക്സ്റേസും ഗാമ റേസും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്രോസിംഗ് ഓവർ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ റേഡിയേഷൻ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ക്രോസിംഗ് ഓവർ കൂടുകയാണ് ചെയ്യുക. സോ some radiations like X-rays and gamma rays will leads to the increase in crossing over in the Drosophila females. അപ്പോൾ Drosophila femaleസിലേക്ക് നമ്മൾ എക്സ്റേസും ഗാമ റേസും ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ എന്ത് കൂടും, ക്രോസിംഗ് ഓവർ കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചില കെമിക്കൽസ് അതായത് ആൻറ്റിബയോട്ടിക്സും ആൽക്കലേറ്റിംഗ് ഏജൻസും എന്ത് കൂട്ടും, ക്രോസിംഗ് ഓവർ കൂട്ടും. അതുപോലെ തന്നെ റേഡിയേഷൻസ് അതായത് എക്സ്റേസും ഗാമ റേസും പോലെയുള്ള റേഡിയേഷൻസ് ക്രോസിംഗ് ഓവർ കൂട്ടും. നെക്സ്റ്റ് ഇസ് ദി പ്ലാസ്മ ജീൻസ്. ഇൻ സം സ്പീഷീസ് പ്ലാസ്മ ജീൻസ് റെഡ്യൂസ് ദി ഫ്രീക്വൻസി ഓഫ് ക്രോസിംഗ് ഓവർ. So it is a type of genes known as plasma genes. It will reduce the frequency of crossing over. ഇപ്പോൾ പ്ലാസ്മ ജീൻസ് ഉണ്ടെങ്കിൽ അത് എന്തിനെ റെഡ്യൂസ് ചെയ്യും, ക്രോസിംഗ് ഓവറിൻ്റെ ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ദി ജീനോടൈപ്പ്. മെനി ജീൻസ് ആർ നോൺ ടു എഫക്ട് ദി ഒക്കറൻസ് ആസ് വെൽ ആസ് ദി റേറ്റ് ഓഫ് ക്രോസിംഗ് ഓവർ. Example, C3G gene of Drosophila in chromosome number 3 prevents the crossing over when present in homozygous state. So the rate of crossing over is affected by many genes. Example is the C3G gene of chromosome number 3 prevents the crossing over when present in homozygous state. അപ്പോൾ പല ജീൻസും ക്രോസിംഗ് ഓവറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല ജീൻസും അതിൻ്റെ ക്രോസിംഗ് ഓവർ റേറ്റ് അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസീസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നതാണ് C3G ജീൻ. അപ്പോൾ C3G ജീൻ എന്ന് പറയുന്നത് ക്രോമസോം 3യിലുള്ള ഡ്രോസോഫില്ലയിലുള്ള ഒരു ജീനാണ് C3G ജീൻ. ഇത് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ക്രോസിംഗ് ഓവർ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ C3G ജീന് ക്രോമസോം നമ്പർ 3യിലുണ്ടെങ്കിൽ അത് ക്രോസിംഗ് ഓവറിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ പല ജീൻസും എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ക്രോസിംഗ് ഓവറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ C3G ജീന് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ക്രോസിംഗ് ഓവറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രോസിംഗ് ഓവർ നടക്കുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ജീനാണ് ക്രോമസോം നമ്പർ 3യിലുള്ള C3G ജീൻ. നെക്സ്റ്റ് ഇസ് ദി ക്രോമസോമൽ അബറേഷൻ. ഇൻ ദി ഡ്രോസോഫില്ല സം ക്രോമസോമൽ അബറേഷൻ എഫക്ട്സ് ദി ക്രോസിംഗ് ഓവർ. എക്സാമ്പിൾ, പാരാസെൻട്രിക് ഇൻവേർഷൻസ് റെഡ്യൂസ് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ദി ജീൻസ് ലൊക്കേറ്റഡ്. ഇപ്പോൾ ക്രോമസോമൽ മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ക്രോമസോമൽ അബറേഷൻസ് ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ റീകോമ്പിനേഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാരാസെൻട്രിക് ഇൻവേർഷനൊക്കെ ഞാൻ എടുത്തതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. അപ്പം പാരാസെൻട്രിക് ഇൻവേർഷൻസ് എന്തിന് കാരണമാകുന്നുണ്ട്, ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ക്രോമസോമൽ അബറേഷൻസും ക്രോസിംഗ് ഓവറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പാരാസെൻട്രിക് ഇൻവേർഷൻ പോലെയുള്ള മ്യൂട്ടേഷൻസ്, ക്രോമസോമൽ മ്യൂട്ടേഷൻസ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് ക്രോസിംഗ് ഓവർ റെഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ് ഫാക്ടർ ഇസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി സെൻട്രോമിയർ. The centromeres tends to suppress chromosomal aberrations, affects the crossing over.
the centromere tends to suppress recombination. The genes located in the vicinity of the centromere shows a relatively low frequency of crossing over than those located away from them. So the function of the centromere is to suppress the recombination or crossing over. So the genes which are located near to the centromere show less recombination or crossing over than the genes which are located away from the centromere. ഇപ്പോൾ സെൻട്രോമിയറിന് ഒരു പ്രത്യേകതയുണ്ട്. സെൻട്രോമിയർ എന്ത് ചെയ്യുന്നുണ്ട്? ക്രോസിങ് ഓവർ സപ്രസ് ചെയ്യുന്നുണ്ട്. അതായത് ക്രോസിങ് ഓവർ നടക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നത് ആര്? സെൻട്രോമിയർ. ഇപ്പോൾ സെൻട്രോമിയറിൻ്റെ അടുത്തുള്ള ജീൻസിനൊക്കെ ക്രോസിങ് ഓവർ നടക്കൂല. പക്ഷേ സെൻട്രോമിയറിൽ നിന്ന് കുറച്ച് അകലെയുള്ള ജീൻസിലാണ് ക്രോസിങ് ഓവർ നടക്കുക. കാരണം സെൻട്രോമിയറിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? ഈ റീകോമ്പിനേഷൻ സപ്രസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ സെൻട്രോമിയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് സെൻട്രോമിയർ സപ്രസ് ദി റീകോമ്പിനേഷൻ. അതായത് സെൻട്രോമിയർ എന്ത് ചെയ്യും? റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രോസിങ് ഓവർ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ സെൻട്രോമിയറിൻ്റെ അടുത്തുള്ള ജീൻസിലൊന്നും എന്ത് നടക്കില്ല? റീകോമ്പിനേഷൻ നടക്കില്ല. സെൻട്രോമിയറിൻ്റെ അകലെയുള്ള, സെൻട്രോമിയറിന് കുറച്ച് ദൂരെയുള്ള ജീൻസിലാണ് റീകോമ്പിനേഷൻ നടക്കുക. അപ്പോൾ ഇതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്രോസിങ് ഓവർ. അപ്പോൾ 11 ഫാക്ടേഴ്സാണ് ക്രോസിങ് ഓവറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം താങ്ക് യു.